ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം എന്താ കണ്ടോ, സ്കിൻ ഫുൾ പിമ്പിൾസ് വന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം ഇപ്പോൾ ഫൗണ്ടേഷൻസ് ഐറ്റംസുകളൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം ഇത് കംപ്ലീറ്റ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്ന് ഞാനൊന്ന് ഓണം വൈബ് റിലേറ്റഡ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ബാക്കിയൊക്കെ വോയിസ് ഓവർ കൊടുക്കാം. സോ ഗായ്സ്, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ബാക്കി ഞാൻ വോയിസ് ഓവർ എടുക്കാം, കാരണം ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ചൂടെടുക്കും. കണ്ട നല്ല സൗണ്ട് നോയ്സ് വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തെന്നുണ്ടോ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും നല്ലതാണ്. ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങളുടെ സ്കിൻ ടോൺ പറ്റും എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. എനിക്ക് സ്കിന്നിന് കുഴപ്പമില്ലാണ്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ വേറെ ഒരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാറില്ല. ഈ ഒരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോയി ഫിനിഷ് തരുന്ന പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ മേലെ ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഫേസസ് കാനഡ ഫൗണ്ടേഷനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻവേബയുടെ ആ ഒരു ഫൗണ്ടേഷൻ ഒഴിച്ച് വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫേസസ് കാനഡയുടെ ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം എൻവേബയുടെയാണ്. എൻവേബയുടെ കുറച്ചും കൂടി ഒരു ഗ്ലോയി ഫിനിഷ് തരുന്നതാണ്. ഇത് ഭയങ്കര മാറ്റ് ഫിനിഷാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻവേബയുടെ ഒരു ഹൈലൈറ്ററും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഷൈനിങ് തരുന്നുണ്ട്. ഫേസസ് കാനഡ ഈ ഒരു ഫൗണ്ടേഷൻ കുറച്ചും കൂടി മാറ്റ് ഫിനിഷാണ് തരുന്നത്. എനിക്ക് മാറ്റിനോട് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഗ്ലോയി ലുക്കാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ യൂസ് ചെയ്യാറ് അതാണ്. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൺസീലർ പാലറ്റ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഓവറാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്യുക. ഒരു ഓറഞ്ച് കറക്റ്റ് കൺസീലറാണ് യൂസ് ചെയ്യുക. പിന്നെ അതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടി ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹൈലൈറ്ററും നല്ലതാണ്. അതിലും നമുക്ക് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ സ്കിൻ ടോൺ എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഈ ഒരു ബ്ലഷാണ്. ഇതൊരു ഭയങ്കര എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ള ബ്ലഷാണ്. നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ബ്ലഷാണ്. പിന്നെ ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അതിൻ്റെ ഷെയ്ഡും അതിൻ്റെ ഒരു അത് നമുക്ക് തരുന്ന റിസൾട്ടും എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഒരു കേക്കി ഫീലിംഗ് തരുന്നുണ്ട്, സ്മൂത്ത് അല്ല. പിന്നെ ഞാൻ ഹൈബ്രോസ് ഫില്ല് ചെയ്യല്ല, സത്യത്തിൽ ജസ്റ്റ് കോംബ് ചെയ്തേക്കുന്നു. എനിക്ക് ഇപ്പോഴും ഹൈബ്രോ വരയ്ക്കാൻ അറിയില്ല ഗൈസ്, അതെന്താണെന്നറിയില്ല. പിന്നെ ഞാൻ ഈ ഒരു റെനയുടെ ബ്രൗൺ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ബ്രൗൺ കാജലൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ വെച്ചിട്ട് മേടിച്ചതാണ്. നല്ലതാണ് കേട്ടോ. എനിക്ക് ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി എനിക്കിഷ്ടമായത് ബ്രൗൺ ആണ്. കാരണം എനിക്ക് ഏറ്റവും ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് യൂസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് ഇട്ട് കഴിഞ്ഞാലും പിന്നെ നമ്മൾ റിമൂവ് ചെയ്യില്ലേ, അപ്പോൾ ഈസിലി റിമൂവ് ആയി പോകുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ബ്ലാക്കിനേക്കാളും നല്ലത് ഇഷ്ടമായത് ബ്രൗൺ ആണ്. പിന്നെ നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുക. ഈ ഒരു മസ്കാര അടിപൊളിയാണ്. നിങ്ങൾക്ക് ലാഷസ് ഭയങ്കര തിക്നെസ് കുറവാണ്, അതേപോലെ തന്നെ അതിൻ്റെ ലെങ്തനിങ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ എപ്പോഴും പോലെ ഡാസ്ലറിൻ്റെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ബെറ്റർ